തിരിച്ചെത്താം. നമ്മുടെ അതിഥികൾ തുടരുന്നുണ്ട്. ശ്രീ രാജേന്ദ്രൻ പന്തളം, നേരത്തെ ഈ വസന്ത തെങ്കുംപള്ളി പ്രതിപക്ഷമിറക്കിയ ധവളപത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. എന്നാൽ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില വ്യക്തമാക്കിക്കൊണ്ട് ഇതുവരെയും സംസ്ഥാന സർക്കാർ ആ രീതിയിലൊരു ധവളപത്രമൊന്നും പുറത്തിറക്കിയിട്ടില്ല. പുറത്തു പറയുന്ന ഈ കണക്കുകൾ പലപ്പോഴും ഊതിപ്പെരിപ്പിച്ചതോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു വ്യക്തമായ കണക്കുകളൊന്നും ലഭ്യവുമല്ല. സംസ്ഥാന സർക്കാർ ഇപ്പോഴെന്താണ് കേരളത്തിന്റെ ധനസ്ഥിതി എന്നത് സംബന്ധിച്ചൊരു ധവളപത്രം പുറത്തിറക്കേണ്ടതല്ലേ? ഇത് ഡിമാൻഡ് വളരെ നമ്മൾ കേരളത്തിലെ നിയമസഭയിലും അതുപോലെ തന്നെ പുറത്തും ഉന്നയിക്കപ്പെട്ടതാണ്. നിങ്ങൾ കേന്ദ്രം എങ്ങനെ നിങ്ങളുടെ വിഹിതം നിഷേധിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളൊരു ധവളപത്രം പുറത്തെടുക്കുന്നില്ല എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പ്രതിപക്ഷം തന്നെ ചോദിച്ചത്. അതുപോലെ തന്നെ കേന്ദ്രം കൊടുത്തിരിക്കുന്ന സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിലും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അഫിഡവിറ്റ് കൊടുക്കുന്നില്ല, അഫിഡവിറ്റ് അല്ല സോറി ധവളപത്രം വൈറ്റ് പേപ്പർ വെക്കുന്നില്ല. കേന്ദ്ര ബജറ്റിനോടൊപ്പം നിർമ്മലാ സീതാരാമൻ ഈ പ്രാവശ്യം ഒരു വൈറ്റ് പേപ്പർ കൂടി വെച്ചിട്ടുണ്ട്, അതായത് ധവളപത്രം കൂടി വെച്ചിട്ടുണ്ട്. പക്ഷെ കേരള ഗവൺമെന്റ് ഇത് പറയുന്നതല്ലാതെ പ്രസ്താവനകൾ നടത്തുകയും പ്രതിപക്ഷത്തിനെ ഞങ്ങളോടൊപ്പം സമരം ചെയ്യാൻ ക്ഷണിക്കുകയും നമുക്ക് ഏകകണ്ഠമായിട്ട് ഒരു പ്രമേയം പാസ്സാക്കുകയും ചെയ്യാമെന്ന് പറയുന്നതല്ലാതെ ധവളപത്രം പുറപ്പെടുവിച്ചിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ പറയുന്നത് കൂടുതലും രാഷ്ട്രീയമാണ്, സത്യസന്ധമല്ല എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ മന്ത്രി കൂടുതലും പറയുന്നത് ഹിന്ദു പേപ്പറിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അതിനെ ആസ്പദമാക്കിയാണോ വേണ്ടത്? അദ്ദേഹത്തിന്റെ വകുപ്പിൽ തന്നെ ധാരാളം വിദഗ്ധന്മാരില്ലേ, ആധികാരികമായ കണക്കുകൾ അവരിലെന്നല്ലേ. ഹിന്ദുവിലാണെങ്കിലും ഹിന്ദു വലിയ പത്രമാണെങ്കിലും അതിലെ ഒരു പത്രപ്രവർത്തകൻ നടത്തുന്ന നിരീക്ഷണം വെച്ചുകൊണ്ടാണോ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണം കൈയാളുന്ന ധനകാര്യമന്ത്രി കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്? അതല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു കണക്കുണ്ടല്ലോ, അതിനൊരു ധവളപത്രം പുറപ്പെടുവിക്കൂ, ഒരു വൈറ്റ് പേപ്പർ പുറപ്പെടുവിക്കൂ, ജനങ്ങൾ മനസ്സിലാക്കട്ടെ, വിദഗ്ധർ മനസ്സിലാക്കട്ടെ, ചർച്ച ചെയ്യട്ടെ. അതിന് പകരം ഇങ്ങനെ ഹിന്ദു പേപ്പറിൽ ഇങ്ങനെ വന്നു നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് പ്രതിപക്ഷത്തോടെ പറഞ്ഞിട്ട് എന്താ കാര്യം? ധവളപത്രം പുറത്തിറക്കി ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രതിപക്ഷം സഹകരിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് അവരോട് ചോദിക്കാം, നിങ്ങൾ എന്തുകൊണ്ട് അവരോടൊപ്പം നിൽക്കുന്നില്ല. പക്ഷെ അത് പുറപ്പെടുവിക്കാതെ കൊണ്ട് രാഷ്ട്രീയവുമാണ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ മുഴുവൻ കോൺഗ്രസ് ഇതര ഭരണമാണല്ലോ ഉള്ളത്. ഒരൊറ്റ ഗവൺമെന്റും ഇതുപോലെ ഏറ്റുമുട്ടാൻ പോയിട്ടില്ല. ധനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കർണാടകവും കണ്ടോ, നമ്മൾ നടത്തുന്ന സമരത്തിന്റെ 8-ാം തീയതി നടത്തുന്നു, അവർ 7-ാം തീയതി നടത്തുന്നു, കണ്ടോ ഞങ്ങളുടെ കൂടെ കർണാടകവും വന്നെന്ന്. പക്ഷെ എൻറ്റയർലി ഡിഫറന്റ് ആണ് കാര്യം. അവര് പോകുന്നത് വരൾച്ച ദുരിതാശ്വാസം അവർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞാണ്, അല്ലാതെ ധനകാര്യ കമ്മീഷൻ അവരുടെ വിഹിതം കുറച്ചു എന്ന് പറഞ്ഞിട്ടില്ല. ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റും അങ്ങനെ പറഞ്ഞിട്ടില്ല. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടമെടുപ്പ്. പക്ഷേ കേന്ദ്രത്തിനെതിരെ ഒരു സമരത്തിന് കർണാടക മുഖ്യമന്ത്രിയും അവിടുത്തെ ഭരണകക്ഷി MLA-മാരും ഒരുമിച്ച് പോവുകയാണ്. അത് കേന്ദ്ര സർക്കാരിനെതിരെ തന്നെയുള്ള സമരമാണ്. രണ്ട് പ്രത്യേക സാഹചര്യങ്ങളിലാണെന്ന് മാത്രമേ ഉള്ളൂ. അതെ, കാരണം വ്യത്യസ്തമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, കാരണങ്ങൾ വ്യത്യസ്തമാണ്, പറയുന്ന കാരണങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മാത്രമാണ്. അതുപോലെ തന്നെ ചാക്കുണ്ണി സാറ് പറഞ്ഞ കാര്യത്തിനോട് അനുബന്ധമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ടൂറിസം പ്രൊമോഷനിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ട്, UDF ഇരുന്നപ്പോഴും അതുപോലെ LDF ഇരുന്നപ്പോഴും. ഇപ്പോ നമുക്കൊരു പൊട്ടൻഷ്യൽ ഉള്ളത് ലക്ഷദ്വീപിനെ ഒരു നല്ല ടൂറിസം ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറ്റാൻ ശ്രമിക്കുകയാണ്. വളരെ അർഹിക്കുന്ന ഒരു അംഗീകാരമാണ് ലക്ഷദ്വീപിന് ഇപ്പൊ കിട്ടാൻ പോകുന്നത്. അവിടത്തേക്കുള്ള പ്രധാന പ്രശ്നം നമുക്ക് അവിടെ ചെന്നെത്താനുള്ള യാത്രാ സൗകര്യം. അതിന്റെ ഏറ്റവും അടുത്ത സ്ഥലമെന്ന് പറയുന്നത് കൊച്ചിയാണ്. അപ്പൊ കൊച്ചിക്ക് അവിടുന്ന് ഈ കൺവേയൻസിന് വേണ്ടി വലിയൊരു ബൂസ്റ്റ് കിട്ടാൻ പോവുകയാണ്. അത് നമ്മൾ മുൻപേ കൂട്ടി തന്നെ ടൂറിസ്റ്റുകളെ അംഗീകരിക്കുന്ന രീതിയിലുള്ള, ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പാക്കേജുകൾ തയ്യാറാക്കേണ്ടതാണ്. ഈ ലക്ഷദ്വീപിന് അതിന് സ്ട്രാറ്റജിക് ആയിട്ടുള്ള പ്രതിരോധപരമായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. പക്ഷെ ടൂറിസ്റ്റുകളുടെ ഒരു ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇപ്പോ ലക്ഷദ്വീപ് മാറാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത് കേരളത്തിനോട് വളരെയധികം അടുത്ത് കിടക്കുന്ന സംസ്ഥാനവുമാണ്. തന്നെയല്ല, മലയാളം സംസാരിക്കുന്ന ആൾക്കാരുടെ ഒരു യൂണിയൻ ടെറിട്ടറിയും ആയതുകൊണ്ട് ആ പൊട്ടൻഷ്യൽ പരമാവധി ഉപയോഗിക്കണം. അതുപോലെ കേരളത്തിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയെ വെനീസിന്റെ മാതൃകയിലുള്ള ആ വിദേശികളെ ആകർഷിക്കുന്ന ഒരു സ്പോട്ടായിട്ട് എന്തുകൊണ്ട് മാറ്റുന്നില്ല എന്നുള്ളത് പലരും ചോദിച്ച ചോദ്യമാണ്. അവിടെയുള്ള ഈ വള്ളങ്ങൾ ആകർഷകമാക്കിക്കൊണ്ട് അതില് വിദേശികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിഭവങ്ങളും ഒരുക്കിക്കൊണ്ട് ആ വള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് ആകർഷകമാക്കിക്കൊണ്ട് അസാധ്യകരവുമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഇപ്പൊ തന്നെ പോകുന്നുണ്ട്, ഹൗസ് ബോട്ടുകളിൽ പോകുന്നുണ്ട്, പോരാ. അതിന് പകരം വെനീസിലെ പോലെ തന്നെ ചെറിയ ചെറിയ ബോട്ടുകളിൽ, വള്ളങ്ങളിലൊക്കെ ആ നഗരം ചുറ്റി അതിന്റെ പഴയ പാരമ്പര്യ മാതൃകകൾ കാണിക്കാനുള്ള അവസരങ്ങൾ, അങ്ങനെയുള്ള പൊട്ടൻഷ്യലുകൾ ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തിയ ടൂറിസം മാത്രമാണ് കേരളത്തിന്, അതുപോലെ തന്നെ സേവന വ്യവസായം, ഇത് രണ്ടുമാണ് കേരളത്തിന് സാധ്യതയുള്ള മേഖലകൾ.
അത് പരമാവധി ഉപയോഗിക്കുക. ഇപ്പൊ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുണ്ട് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഉണ്ടാക്കുന്നതിൽ. അത് കേന്ദ്രത്തിന്റെ പദ്ധതിയായിരുന്നു. അത് അങ്ങനെ കേന്ദ്ര പദ്ധതികൾ പരമാവധി നമ്മൾ ഉപയോഗിക്കുക. ചുമ്മാ എന്തിനും ഏതിനും സമരവും ഭരണവും എന്ന് പറയുന്നത് ഒരു പഴഞ്ചൻ മുദ്രാവാക്യമാണ്, കാലഹരണപ്പെട്ടതാണ്. കേന്ദ്രവുമായിട്ട് ഇപ്പൊ അദ്ദേഹം തൈക്കുംപള്ളി പറഞ്ഞ പോലെ KV തോമസിനെ എന്തിനാ വെച്ചിരിക്കുന്നത്? കേന്ദ്രവുമായിട്ട് സമരസപ്പെട്ടു പോവാനാ. അങ്ങനെ സമരസപ്പെട്ടുകൊണ്ട് പരമാവധി ആനുകൂല്യങ്ങൾ നേടുക. ഇപ്പൊ കേന്ദ്ര വിരുദ്ധനാണെങ്കിലും തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി സ്റ്റാലിൻ ചെയ്യുന്നതാണ്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് മുഴുവൻ വാങ്ങിച്ചിട്ട് അവർക്ക് നന്ദി പറയുക. കഴിഞ്ഞ പ്രളയ കാലത്ത് കണ്ടില്ലേ, പരമാവധി തുക അവർക്ക് കിട്ടി. അപ്പൊ നമ്മൾ ചുമ്മാ സമരം ചെയ്യുകയും കേന്ദ്രത്തിന്റെ പ്രമേയം പാസ്സാക്കി എല്ലാരും കൂടെ കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്താൽ കേരളത്തിന്റെ കാര്യം കട്ടപ്പുകയായി തീരുകയുള്ളൂ. കേന്ദ്രം കണക്ക് പ്രകാരം തരാനുള്ളത് നൽകിയിട്ടുണ്ട്. അതിനപ്പുറം നമ്മൾ വാങ്ങിക്കണമെങ്കിൽ എന്ത് വേണം? ലൈസൺ വേണം. അതെ, വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് ശ്രീ രാജേന്ദ്രൻ പന്തളം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ബജറ്റിൽ പ്രധാനപ്പെട്ട ചില പദ്ധതികൾ പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ആ സാധ്യതകളും സംസ്ഥാനം പ്രയോജനപ്പെടുത്തുമോ എന്ന് ബജറ്റിൽ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിരീക്ഷകൻ N. ശ്രീകുമാർ കൂടി ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീകുമാർ, ഇപ്പോൾ ധനമന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്, അദ്ദേഹത്തിൻ്റെ ഉന്നം വളരെ ക്ലിയറാണ്. കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരെ, കേന്ദ്രം സംസ്ഥാനത്തെ ഞെരുക്കുന്നതിനെതിരെയാണ് ധനമന്ത്രി വളരെ രൂക്ഷമായി തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വരും, അവരുടെ പ്രതികരണം ഉണ്ടാവട്ടെ. എന്നാൽ ഇവിടെ ഒരു ചില യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കൊഴികെ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളെയും കേന്ദ്രം പല രീതിയിൽ ഞെരുക്കുകയാണ്. കർണാടക സർക്കാർ വേറൊരു രീതിയിൽ അവരുടെ വരൾച്ചാ ദുരിതാശ്വാസം അനുവദിക്കാത്ത വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ കേന്ദ്ര നയങ്ങൾ കൂടി ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയല്ലേ? നോക്കൂ, നമ്മള് ഒരു കാര്യം നടപ്പാക്കാൻ പറ്റാതാകുമ്പോൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനുള്ള തന്ത്രം രാഷ്ട്രീയത്തിലും പറ്റും. ഇവിടെ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് ആരും പറയുന്നില്ല. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ളത് രണ്ട് മുന്നണികൾ രണ്ടിടത്ത് ഭരിക്കുമ്പോൾ എക്കാലത്ത് ഉയർന്നു വരാറുള്ളതാണ്. അതൊരു രാഷ്ട്രീയമായ രക്ഷപ്പെടലായിട്ട് എടുക്കുന്ന ഒരു മുന്നണിയാണ് LDF. ഈ സത്യസന്ധമായ ഒരു പ്രസ്താവന നടത്തുന്നവരാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം സ്വയം ചോദിക്കണം. UDF LDFനോട് ചോദിച്ചൊരു കാര്യമുണ്ട്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്നു, കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചോ? അതിനവർക്ക് കൃത്യമായ മറുപടിയില്ല. അപ്പോൾ ഇവർ പറയുന്നത് UDF നാടിന് വിരുദ്ധരാണ്, അതുകൊണ്ട് അവർ ഞങ്ങൾക്കൊപ്പം വരുന്നില്ല, തമിഴ്നാട് വരുന്നു, കർണാടക പോകുന്നു എന്നൊക്കെ പറയുന്നു. UDFന്റെ വ്യക്തമായ നിഗമനം ഇവിടെ ഉണ്ട്. കേന്ദ്രത്തിന്റെ ഫണ്ട് കേരളത്തിന് കൃത്യമായി അനുവദിക്കുന്നില്ലെങ്കിൽ രണ്ട് ഉത്തരവാദികളുണ്ട്. ഒരു ഉത്തരവാദി കേരളം, ഒരു ഉത്തരവാദി കേന്ദ്രം. അപ്പം ഒരു ഉത്തരവാദിക്കൊപ്പം എങ്ങനെയാണ് ഡൽഹിയിൽ പോയി സമരം ചെയ്യുക? മറ്റേ ഉത്തരവാദിക്കെതിരെ സമരം ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഉത്തരവാദി കൃത്യത പാലിക്കണം. അത് പാലിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട മറുപടി UDF പറയുന്നത് കേരളത്തിന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതിയുടെ യഥാർത്ഥ വിവരം എന്താണ്? അപ്പോ ധനമന്ത്രി പറയുന്നു ഇത്ര കോടി കിട്ടാനുണ്ട്, മുൻ ധനമന്ത്രി പറയുന്നു ഇത്ര കോടി കിട്ടാനുണ്ട്. ഒരു ഘട്ടത്തിൽ നവകേരള സദസ്സിന്റെ യാത്രക്കിടയിൽ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടു 70,000 കോടിയിലധികം രൂപ കിട്ടാനുണ്ട്. അപ്പൊ ഏതാ വിശ്വസിക്കുക? അപ്പൊ ഇവര് പറഞ്ഞു 2016 നിങ്ങൾ ധവളപത്രം ഇറക്കി, അതുപോലെ 2024 23 തൊട്ട് പറഞ്ഞു തുടങ്ങിയതാണ്, 24 നിങ്ങളുടെ ധവളപത്രം ഇറക്കൂ. എന്താണ് കാര്യം? ഇറക്കില്ല. പിന്നെ അവർ ഡൽഹിയിലേക്ക് പോകുന്നു. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ള സത്യമാണ്. പക്ഷെ ഇതിന്റെ കൃത്യമായ ഉത്തരം LDFന് നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ രണ്ട് കാര്യം പറയാം. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു. എന്തുകൊണ്ട് മന്ത്രിസഭ ഒരു നിവേദനം തയ്യാറാക്കി പ്രധാനമന്ത്രിക്ക് കൊടുത്തില്ല? അതിനു മുമ്പ് കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്നു. അവർ വളരെ നിശിതമായി വിമർശിച്ചിട്ട് വാർത്താലേഖകരോട് പറഞ്ഞു, ക്യാമറ ഓഫ് ആക്കാതെ ഞാൻ പറയുന്നത് ജനത്തെ കേൾപ്പിക്കാൻ പറഞ്ഞു. അവരുമായിട്ട് എന്തുകൊണ്ടൊരു ചർച്ചയ്ക്ക് കളമൊരുക്കിയില്ല നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ്? അപ്പൊ കളമൊരുക്കിയ ബുദ്ധിമുട്ടാകും. ഇനി മറ്റൊരു ഇവരുടെ കള്ളത്തിനെ പൊളിക്കാനുള്ള രണ്ട് കാര്യം കൂടെ പറയാം. എന്താണത്? ഒരു ഘട്ടത്തിൽ ഇവർ പറഞ്ഞു GSTയുടെ കുടിശ്ശിക നൽകുന്നില്ല.
അപ്പൊ പാർലമെന്റിൽ UDF പ്രതിനിധി NK പ്രേമചന്ദ്രൻ പറഞ്ഞു എന്തുകൊണ്ട് കുടിശ്ശിക കൊടുക്കുന്നില്ല. അപ്പൊ കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു കുടിശ്ശികയുടെ കണക്ക് തന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കേരളത്തിനോട് കണക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം കേരളം കണക്ക് കൊടുത്തു, കുടിശ്ശിക അനുവദിച്ചു. ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ പക്ഷേ CPM-ന്റെ നേതാക്കൾ പറഞ്ഞത് കേന്ദ്രത്തിനൊപ്പം നിന്ന് കേരളത്തെ പരിഹസിക്കാൻ പ്രേമചന്ദ്രൻ ശ്രമിച്ചു എന്നാണ്. പക്ഷേ പണം കിട്ടിയപ്പോൾ പ്രേമചന്ദ്രനെ കുറ്റപ്പെടുത്താനുമാവില്ല. മറ്റൊരു കാര്യം, കേരള ഹൈക്കോടതിയിൽ ഉച്ചക്കഞ്ഞി കാര്യത്തിൽ ഹെഡ് മാസ്റ്റർമാര് അവർക്ക് കിട്ടേണ്ട തുക കിട്ടാത്തതിനെതിരെ ഒരു ഹർജി കൊടുത്തു. അപ്പൊ ഹൈക്കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് പണം കൊടുക്കാത്തതെന്ന്. അപ്പൊ കേരളത്തിന്റെ ഗവൺമെന്റിന്റെ വക്കീല് പറഞ്ഞു കേന്ദ്രത്തിന്റെ ഫണ്ടാണ് ഉച്ചക്കഞ്ഞി, അവര് തരാതെ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഹൈക്കോടതി പറഞ്ഞു എങ്കിൽ കേന്ദ്രത്തെ ഒഴിവാക്കി മുഖ്യമന്ത്രിയുടെ ഉച്ചക്കഞ്ഞി പദ്ധതി എന്നാക്കാൻ പറഞ്ഞു. അടുത്ത ദിവസം വീണ്ടും ഹർജി പരിഗണിച്ചപ്പോൾ ഇടത് സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഹെഡ് മാസ്റ്റർമാര് കണക്ക് തരാത്തോണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പൊ ആദ്യം പറഞ്ഞ എന്താണ്, കേന്ദ്രം ഫണ്ട് തരുന്നില്ല. അപ്പൊ കോടതി പറഞ്ഞു എങ്കിൽ കേന്ദ്രത്തെ ഒഴിവാക്കൂ. അപ്പോൾ പറഞ്ഞു ഹെഡ് മാസ്റ്റർമാർ കണക്ക് തരുന്നില്ല. അപ്പൊ ഏതാണ് വിശ്വസിക്കുക ജനം? ഇതൊക്കെ ഞാൻ പറയാൻ കാരണം കൃത്യമായ ഒരു സാമ്പത്തിക സ്ഥിതി വിവര കണക്കും ചെലവും വരവും കണക്കൊന്നും ഇടയിലില്ല. പിന്നെ UDF പറഞ്ഞ എന്താണ്, സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്. ഒറ്റ ഉദാഹരണം അവർ ചൂണ്ടിക്കാണിച്ചുള്ളൂ. ഇപ്പൊ 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട്, 6-ാം മാസത്തിലേക്ക് ആകാൻ പോകുന്നു. മുൻപ് 4 മാസത്തെ പെൻഷൻ കുടിശ്ശികയായിരുന്നു. ഈ പെൻഷൻ കുടിശ്ശിക ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഒരുപാട് കേരളീയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിപാടി നടത്തി പണം ചെലവാക്കുന്നത്? അപ്പൊ ധനമന്ത്രി പറഞ്ഞ എന്താണ്, അതൊരു നിക്ഷേപമാണ്, ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ കേരളീയം. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഇന്നേ വരെ ആർക്കും മനസ്സിലായിട്ടില്ല. സാംസ്കാരിക തലത്തിൽ ഒരു ഡാൻസ് നടത്തിയാൽ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്? അങ്ങനെ ഇരിക്കെ ഇവർ നവകേരള സദസ്സ്. അല്ല ശ്രീകുമാർ, നമുക്ക് ഈ കെട്ടിടങ്ങളും റോഡുകളും മാത്രം നിർമ്മിച്ചാൽ മതിയോ? സാംസ്കാരിക രംഗത്തുമൊക്കെ ഒരു ഉണർവ് ആവശ്യമല്ലേ? അതിനൊരു കേരളീയം പോലൊരു പരിപാടി സംസ്ഥാന സർക്കാർ നടത്തിയതിന് എങ്ങനെ തെറ്റ് പറയാനായിരിക്കും? താങ്കൾ ഈ പറയുമ്പോഴൊക്കെ കേന്ദ്രം ഇങ്ങനെ സംസ്ഥാനത്തെ ഞെരുക്കുമ്പോൾ മിണ്ടാതെ കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണോ ഒരു സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്? അതിൽ പ്രതിപക്ഷത്തിന് കൂടി ഒരു ഉത്തരവാദിത്വമില്ലേ? അതിൽ എന്തുകൊണ്ട് ആ തുക കിട്ടുന്നില്ല? അതിൽ എന്തുകൊണ്ട് നമുക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ല? അതിനെ കുറിച്ചുകൂടി നമ്മളത് അഡ്രസ്സ് ചെയ്ത് പോകണ്ടേ? ഞാൻ എൻ്റെ പശ്ചാത്തലം ഒരുക്കിയിട്ട് ഞാൻ പറയാമെന്നാണ് ധരിച്ചത്. നിങ്ങൾ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറയാണ്, ഒരു സാംസ്കാരിക പരിപാടി നടത്തുന്നതിനും കേരളം എതിരല്ല. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ആദ്യം കേരളത്തിൽ നടത്തിയത് AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. പിന്നീട് അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എന്ന് ഉള്ളതിന് പകരം വേറൊരു പേരിട്ട് അത് നടത്തി. ഇവര് ലോക കേരള സഭ നടത്തി. 2018 ആദ്യത്തെ ലോക കേരള സഭ ജനുവരി 12-13 തിരുവനന്തപുരത്ത് നടത്തി. അതിൻ്റെ ഫലം എന്തായി എന്ന് ഇന്നേ വരെ പുറത്തു വിട്ടിട്ടില്ല. അതിനുശേഷം ഇവർ എവിടേക്കോ പോയി, വിദേശത്ത് പോയി, എന്തൊക്കെ അമേരിക്ക പോയ കഥകളൊക്കെ നിങ്ങൾ അറിയാമല്ലോ. അപ്പൊ ഒന്നും സംഭവിക്കുന്നില്ല. കേരളീയം നടത്തുന്നതിനെതിരല്ല. സാംസ്കാരിക പരിപാടി പഴയ കാലത്ത് താരനിശ നടത്തിയിരുന്നു, അവാർഡ് നൈറ്റ്. ഈ അവാർഡ് നൈറ്റ് അന്ന് താരങ്ങൾക്ക് അവാർഡ് കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല, ടിക്കറ്റ് വെച്ച് പണം സ്വരൂപിച്ച് അക്കാലത്ത് അത് ആ പണം ഉപയോഗിച്ചിട്ടുണ്ട് കേരളം. ലോട്ടറി കേരളത്തിൽ കൊണ്ടുവന്ന എന്തുകൊണ്ടാണ്? ഇന്ന് ലോട്ടറിയും മദ്യവും മാത്രമാക്കി മാറ്റപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പൊ സാംസ്കാരിക പരിപാടിക്കാരും എതിരില്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാട് അവസാനം പറഞ്ഞത് മാത്രം എടുത്താൽ മതി, എനിക്ക് 2400 രൂപയെ തന്നുള്ളൂ, അത് മാത്രം എടുത്താൽ മതി സാംസ്കാരിക രംഗത്തുള്ള ഇവരുടെ ഈ അധപ്പതനം. അതിന് വേറെ കഥകളുണ്ട്, കുറെ സാഹിത്യകാരന്മാരുടെ പരാതിയുണ്ട്, ഞാൻ ഇവിടെ പറയുന്നില്ല, എനിക്കറിയാതെ. സാഹിത്യ അക്കാദമിയായിട്ട് ബന്ധപ്പെട്ട ഒരാളൊന്നും എനിക്കറിയാം, അത് നിൽക്കട്ടെ. പിന്നെ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ചോദിച്ചു. പ്രതിപക്ഷം എന്താണ് വ്യക്തിപരമായ ഒരു യാത്രാപ്പടിയുടെ പ്രശ്നമാക്കി ചുരുക്കേണ്ടതില്ല. സാഹിത്യകാരന്മാരോട് പൊതുവെയുള്ള ഒരു മനോഭാവത്തിന്റെ കൂടി പ്രതിഫലനമാണ് ശ്രീ ചുള്ളിക്കാട് വ്യക്തമാക്കിയത്. അല്ല, ഞാൻ പറഞ്ഞ ചുള്ളിക്കാട് അങ്ങനെ വ്യക്തമാക്കാനുള്ള കാരണം 2400 കൊടുക്കുമ്പോൾ കേരള ഗവൺമെന്റ് 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട് സാഹിത്യ അക്കാദമിക്ക്. അത് കൂടാതെയുള്ള ഫണ്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ധനച്ചെലവിന്റെ യഥാർത്ഥ വിവരം എന്താണെന്നൊരു ചോദ്യം ഇപ്പം സാഹിതി സേവകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ വേറെ വിഷയമാണ്, അവർ നിൽക്കട്ടെ, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തമില്ലേ? ഉണ്ട്. അതാണ് പ്രതിപക്ഷം പറഞ്ഞത്, ധനസ്ഥിതി വ്യക്തമാക്കൂ.
നിങ്ങൾ മുഖ്യമന്ത്രി 70 ലക്ഷം കോടി, മറ്റേയാൾ അല്ല 70,000 കോടി, വേറൊരു ധനമന്ത്രി 56,000 കോടി, വേറൊരു ധനമന്ത്രി 36,000 കോടി, ഇതൊക്കെ പറയുമ്പോൾ കേന്ദ്രം പറയുന്ന അത്രയും ഇല്ല. കേരളം കണക്ക് തരുന്നില്ല. അപ്പൊ ജനങ്ങളോട് പ്രതിപക്ഷം പറയുകയാണ് അവർ കണക്ക് തരാത്തോണ്ട് ഞങ്ങൾ ഡൽഹിയിൽ പോകുന്നില്ല. കർണാടകം പോയി. കർണാടകം പോകും മാത്രമല്ല, കർണാടകത്തിൽ BJP ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്തും കേന്ദ്രത്തിന്റെ ധനകാര്യ കമ്മീഷന്റെ പരാതി ഉണ്ടായിരുന്നു കർണാടകത്തില്. അത് UDF അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് വന്നപ്പോൾ മാത്രമല്ല. അവിടെ നിങ്ങൾ ആലോചിക്കൂ, കർണാടകത്തിൽ ഇന്നത്തെ ഇപ്പൊ ഭരിക്കുന്ന കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ 5 വാഗ്ദാനങ്ങൾ അവർ പറഞ്ഞിരുന്നു. ഒന്ന്, അന്നഭാഗ്യ, എല്ലാ വീട്ടിലും 5 കിലോ വീതം അരി. 2, സൗജന്യ ബസ് യാത്ര. 3, എല്ലാ വിദ്യാർത്ഥികൾക്ക് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായം. 200 യൂണിറ്റ് വീതം വൈദ്യുതി സൗജന്യം. പിന്നെ വീട്ടമ്മമാർക്ക് 2,500 രൂപ മാസം. ഇതൊക്കെ പറഞ്ഞ ഗവൺമെന്റ് വിദ്യാർത്ഥികളുടെ കാര്യം ഒഴിച്ച് ബാക്കി 4 നടപ്പാക്കി. അപ്പോൾ അവർ പറഞ്ഞു, ഈ സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്ക് ഉണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയിലും ഞങ്ങൾ ഇത് നടപ്പാക്കുന്നു. ഒപ്പം ഞങ്ങളുടെ വരൾച്ചാ കാലത്തുള്ള ഒരുപാട് കാര്യങ്ങളിൽ കേന്ദ്രം അനുകൂല നടപടി സ്വീകരിക്കുന്നില്ല. അവിടെ നിങ്ങൾ വേറൊരു കാര്യം ആലോചിക്കണം. കോൺഗ്രസിന്റെ മുഖ്യ ശത്രു BJP ആണ് അവിടെ. കേരളത്തിലെ LDFന്റെ മുഖ്യ ശത്രു BJP അല്ല. ഈ 2 വ്യത്യാസം കൂടെ നിങ്ങൾ കാണണം. കർണാടകത്തിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കുടുക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ എന്തെങ്കിലും കേന്ദ്ര അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ എങ്ങും എത്തുന്നില്ല. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. അപ്പൊ ഈ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രതിപക്ഷം പറയുന്നത് കർണാടകം പോയി, ശരിയാണ്. തമിഴ്നാടിന്റെ DMKയുടെ പ്രതിനിധി LDF ഗവൺമെന്റ് നടത്താൻ പോകുന്ന ഡൽഹി സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു, ശരി തന്നെ. കേരളത്തിലെ പ്രതിപക്ഷം മുഖ്യമന്ത്രി വിളിച്ച് ചർച്ച ചെയ്തു. കുഞ്ഞാലിക്കുട്ടിയും VD സതീശനും 1 മാസം മുമ്പ് മുഖ്യമന്ത്രി ഓൺലൈനിൽ വിളിച്ച് ചർച്ച ചെയ്തു. അപ്പൊ അവർ 2 കാര്യം ഉന്നയിച്ചു. സാമ്പത്തിക സ്ഥിതി എന്താണ്, ധവളപത്രം ഇറക്കൂ. ഇത് 2 ശരി, അതൊരു പ്രധാന ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു പ്രധാന വിഷയമാണ്. സംസ്ഥാനത്തിന്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയിൽ ഒരു യാഥാർത്ഥ്യം വ്യക്തമാക്കുന്ന ഒരു ധവളപത്രം എന്തുകൊണ്ട് സർക്കാർ ഇറക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ ശ്രീ TC മാത്യു കൂടി ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ശ്രീ TC മാത്യു, സംസ്ഥാനത്തെ സംബന്ധിച്ചുള്ള സാമ്പത്തിക സ്ഥിതി പൊതുവെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ വിലയിരുത്തുകയുണ്ടായി. വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പല കാരണങ്ങളും അതിന് നമ്മൾ ഈ ചർച്ചയിൽ ഉയർന്നു വരികയുണ്ടായി. നമുക്കറിയാവുന്ന കുറേ കാരണങ്ങളുണ്ട് താനും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യം മുന്നിൽ നിൽക്കെ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ ഒരു സമ്മർദ്ദം ധനമന്ത്രിക്ക് മേലുണ്ട്. അത് അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ക്ഷേമ പെൻഷൻ കൂട്ടുന്നതടക്കമുള്ള കാര്യങ്ങളിൽ രാഷ്ട്രീയമായ ഒരു സമ്മർദ്ദം ധനവകുപ്പിന് മേൽ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ഉണ്ടാകും. എന്നാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതിയെ അഭിമുഖീകരിക്കാതെ ധനമന്ത്രിക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല. ഈ രണ്ടിനുമിടയിൽ അദ്ദേഹം എന്തു മാജിക്കായിരിക്കും കാത്തുവച്ചിട്ടുണ്ടാവുക? ശ്രീ KN ബാലഗോപാൽ ഒരു വലിയ മാജിക്കുകാരനാണോ എന്നുള്ളത് നമ്മൾ ഏതാനും മിനിറ്റുകൾക്ക് ശേഷം അറിയും. മാജിക്ക് നടത്തിയാലും ഇല്ലെങ്കിലും സംസ്ഥാനത്തിൻ്റെ ധനകാര്യ നില വളരെ പരിതാപകരമാണ്. അത് പരിതാപകരമാക്കിയതിന് ഭരിച്ച എല്ലാ ഗവൺമെൻറ്റുകളെയും കുറ്റപ്പെടുത്താം, കേന്ദ്രത്തെയും കുറേ കുറ്റപ്പെടുത്താം. പക്ഷെ അതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന കുറേ പ്രശ്നങ്ങളില്ലേ. നമുക്കറിയാം, നമ്മൾ വ്യവസായങ്ങളുടെ ഒരു ശവപ്പറമ്പായിട്ട് ഈ സംസ്ഥാനത്തെ മാറ്റിയിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇലക്ട്രോണിക്സിലാണ് നമ്മുടെ ഭാവി എന്ന് കണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്തത് 70കളിലും 80കളിലും ഒക്കെ. അതിൽ വലിയ ഭാവിയൊന്നും ഉണ്ടായില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സത്യം. പിന്നീട് പറയുന്നതാണ് ടൂറിസമാണ് നമ്മുടെ വലിയ ശക്തി. നമ്മുടെ ഈ നാട് മുഴുവൻ വിറ്റ് നമുക്ക് കാശുണ്ടാക്കാം. പക്ഷെ ടൂറിസം എവിടെ എത്തി നിൽക്കുന്നു? നമ്മുടെ ടൂറിസത്തിന്റെ സമീപകാല വളർച്ച എന്ന് പറയുന്നത് താഴോട്ടാണ്. എന്തുകൊണ്ട് താഴോട്ട് പോകുന്നു? നിങ്ങൾ ഇടുക്കിയിലെത്തിയാൽ കാട്ടാന വന്ന് ആക്രമിക്കുന്നു, കാട്ടുപോത്ത് വന്ന് ആക്രമിക്കുന്നു. വയനാട്ടിലെത്തിയാൽ കടുവ വന്ന് ആക്രമിക്കുന്നു, കാട്ടാന വന്ന് ആക്രമിക്കുന്നു. തീരദേശത്തേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പകർച്ചവ്യാധികൾ. നിങ്ങളൊരു സംസ്ഥാനത്തെ ഇത്രയും മോശമായിട്ട് തയ്യാറാക്കി നിർത്തിയിട്ട് ടൂറിസ്റ്റുകളോട് വരാൻ പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ വേറൊരു വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ മന്ത്രി ബാലഗോപാൽ വളരെ വാചാലനായിട്ട് പറഞ്ഞു, നമ്മുടെ യുവാക്കൾ പുറത്തേക്ക് പോകുന്നു, അവരെ നമുക്കിവിടെ പിടിച്ചു നിർത്തണം, അതിന് തക്ക അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തണം,
പുറത്തു പോയി ജോലി ചെയ്യുന്ന നമ്മുടെ യുവാക്കളെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരണം. ആ യുവാക്കൾക്ക് വരാൻ പറ്റിയ, ആ വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠനം തുടരാൻ പറ്റിയ അന്തരീക്ഷമാണോ ഈ സംസ്ഥാനത്ത് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്? നിങ്ങളൊരു ബജറ്റ് പ്രസംഗത്തിലോ അല്ലെങ്കിൽ ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിലോ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങളുടെ വിദ്യാലയങ്ങൾ കലാപശാലകളായിട്ട് മാറിക്കഴിയുമ്പോഴോ അവിടേക്ക് എത്ര പേര് പഠനം തുടരാൻ വേണ്ടി പോകും? കോളേജുകളിൽ എത്തുന്ന വിദ്യാർത്ഥികൾ ജീവനോടെ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്ത് സൃഷ്ടിക്കുമ്പോഴോ? അപ്പൊ ഇത് രണ്ടുമാണ് അങ്ങനെ നമ്മൾ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുമോ ശ്രീ ടി.സി. മാത്യു? വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ചില പുഴുക്കുത്തുകളൊക്കെ സ്വാഭാവികമായും എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. അപ്പൊ നമ്മൾ പൊതുവായി അങ്ങനെ ഒരു സാമാന്യവൽക്കരണം വേണോ അക്കാര്യത്തിൽ? തീർച്ചയായിട്ടും വേണമല്ലോ. കാരണം നിങ്ങളുടെയോ എന്റെയോ മകൻ അല്ലെങ്കിൽ മകൾ കോളേജിൽ പോയാൽ സുരക്ഷിതമായിട്ട് തിരിച്ചു വരുമെന്നുള്ളൊരു അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ ആരും ഇവിടെ അവർ പഠനം തുടരണമെന്ന് നിർബന്ധിക്കില്ല. തന്നെയുമല്ല, നമ്മുടെ സെമസ്റ്റർ സംവിധാനങ്ങളടക്കം പലതും എത്തി നിൽക്കുന്നത് എവിടെയാണ്? വിദ്യാർത്ഥികൾക്കൊരു കോഴ്സ് പൂർത്തിയാക്കാൻ എത്ര കാലം വേണ്ടി വരുന്നു? അപ്പം അത് പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ ഇതാകുകയുള്ളൂ. ഇവിടെ ടൂറിസം വളരാം, വിദ്യാഭ്യാസം വളരാം, യുവാക്കളെ ഇവിടെ പിടിച്ചു നിർത്താം. പക്ഷെ അതിനുള്ള അന്തരീക്ഷം വേണം. യുവാക്കൾക്ക് തൊഴിലും വേണം. ഈ തൊഴിൽ കൊടുക്കുമെന്ന് ഉറപ്പുണ്ടോ? നമ്മൾ സ്റ്റാർട്ടപ്പുകളെ പറ്റി വാചാലരാകുന്നുണ്ടോ? ഒക്കെ ശരിയാണ്. നമ്മുടെ ഇവിടെ സ്റ്റാർട്ടപ്പുകൾ വഴി എത്രമാത്രം തൊഴിലുണ്ടായി? ഇക്കഴിഞ്ഞ 2 വർഷമായിട്ട് പുറത്തിറങ്ങുന്ന എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റുകൾക്ക് എത്ര പേർക്ക് ജോലി കിട്ടി? ഈ വർഷം നമ്മുടെ എത്ര കോളേജുകളിൽ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഫലപ്രദമായിട്ട് നടന്നു? ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മളൊരു ബജറ്റിനെ നോക്കിയിട്ട് കാര്യമില്ല. നമ്മുടെ അന്തരീക്ഷം മോശമാക്കി കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഗവൺമെന്റിന് നല്ലപോലെ പണം കിട്ടും എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമേ ഇല്ല. ആദ്യം നമുക്ക് വേണ്ടത് നമുക്കിവിടെ വിഭവ സമാഹരണത്തിനുള്ള വഴികൾ ഉണ്ടാക്കുകയാണ്. വിഭവ സമാഹരണത്തിന് വിഭവം ഉണ്ടാകണം ആദ്യം. ആ വിഭവം ഉണ്ടായാൽ അതിൽ നിന്നൊരു പങ്കാണ് സർക്കാരിന് എടുക്കാൻ പറ്റുക. നമ്മുടെ കാർഷിക മേഖല താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 10-30 വർഷത്തേക്ക് നിരന്തരം വളർന്നുകൊണ്ടിരുന്ന റബ്ബർ കൃഷി മേഖല അതിപ്പോൾ അങ്ങ് താഴോട്ട് പോയിട്ട് എവിടെ എത്തി നിൽക്കുന്നു? എത്രമാത്രം തോട്ടങ്ങൾ വെട്ടാതെ കിടക്കുന്നു? ഒരു തോട്ടം വെട്ടാതെ കിടക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നഷ്ടം എത്രയാ? തൊഴിലാളിക്ക് വരുമാനമില്ല, കർഷകന് വരുമാനമില്ല. ഈ റബ്ബർ ഷീറ്റാക്കി എടുത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ പ്രോസസ്സ് ചെയ്ത് അത് ഉപയോഗിക്കേണ്ട വ്യവസായങ്ങൾക്ക് ഉൽപ്പന്നം കിട്ടുന്നില്ല. അത് വല്ല സംസ്ഥാനത്തു നിന്നും വരുത്തേണ്ടി വരുന്നു. അതൊരു പ്രത്യേക വിഷയമാണ് ശ്രീ ടി.സി. മാത്യു. കാർഷിക മേഖലയിലെ പാക്കേജ് അതൊരു പ്രത്യേക വിഷയമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ സി ചാക്കുണ്ണി, ശ്രീ ടി.സി. മാത്യു ചൂണ്ടിക്കാണിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. സംസ്ഥാനത്തിന്റെ മനുഷ്യ വിഭവശേഷി എങ്ങനെ പ്രയോജനപ്പെടുത്താമുള്ളത്? നമ്മുടെ യുവാക്കളും വിദ്യാർത്ഥികളും ഒക്കെ